നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ഒരു ഐഡിയ ഇല്ല. 2018 ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും ഇങ്ങനെയായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഈ 3 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഐഡിയ വന്നത് 16th സെഞ്ചുറിയിൽ നിന്നാണ്. സോ അന്നത്തെ കച്ചവടക്കാർ അവർക്ക് ബിസിനസ് ചെയ്യാൻ സ്റ്റോക്ക്, അതായത് ബിസിനസ് ചെയ്യാൻ ഇൻവെന്ററി ആവശ്യം വരുമ്പോൾ അവരുടെ നാട്ടിലുള്ളവരോട് ചോദിക്കും, എനിക്ക് ഇൻവെന്ററിക്കുള്ള പൈസ നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ വെളിനാട്ടിൽ പോയി ഇൻവെന്ററി എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഇൻവെന്ററി ഇവിടെ വിറ്റിട്ട് അതിൽ നിന്നുള്ള ലാഭവിഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. സോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കൺസെപ്റ്റും ഇത് തന്നെയാണ്. ഒരു കമ്പനി അവർക്ക് ബിസിനസ് ചെയ്യാൻ പൈസ ആവശ്യം വരുമ്പോൾ അവർ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യും. നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുമ്പോൾ അവർ ആ പൈസ കൊണ്ട് അവർ ബിസിനസ് ചെയ്ത് അതിൽ നിന്നുള്ള ലാഭം അവർ നമുക്ക് വീതിച്ചു തരും. സോ പിന്നീട് ഈ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ക്രിയേറ്റഡ് ആയി. പിന്നീട് ഈ എക്സ്ചേഞ്ചസ് ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസസ് ആയി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു സ്റ്റോക്ക് വാങ്ങാൻ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് ഓൺലൈൻ ബ്രോക്കറേജ് വഴി വാങ്ങാം. സോ അതാണ് ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസസ്. ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആവുന്നത് അതിന്റെ ഡിമാൻഡ് സപ്ലൈയും വെച്ചാണ്. ഇപ്പോൾ ഒരു സ്റ്റോക്കിന് വളരെ ഡിമാൻഡ് ആണെങ്കിൽ അതിന്റെ പ്രൈസ് കൂടി വരും, അതിന്റെ ഡിമാൻഡ് കുറവാണെങ്കിൽ അതിന്റെ പ്രൈസ് കുറഞ്ഞു വരും. ഈ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 2 അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. ആദ്യത്തെ പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്ക് $10 വാങ്ങിച്ചു, പിന്നീട് അത് $15 ആയി, ആ $5 നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. പിന്നെ ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺ ചെയ്ത സ്റ്റോക്കിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് കമ്പനി നിങ്ങൾക്ക് തരും. ഇത് കമ്പനി തരുന്നത് അവരുടെ ഏർണിംഗ്സിൽ നിന്നാണ്. സോ അതാണ് ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഡിവിഡൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് വാല്യുവേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് ഞാൻ പഠിച്ചത് ഈ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന ഈ ബുക്കിൽ നിന്നാണ്. ഈ ബുക്കിൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഹൈലി റെക്കമെൻഡ്, വളരെ നല്ല ബുക്കാണ്. ഈ ബുക്ക് എഴുതിയത് ബെഞ്ചമിൻ ഗ്രഹാം ആണ്. Benjamin Graham is considered as the father of value investing. വാറൻ ബഫറ്റിന്റെ മെന്റർ ആണ് ബെഞ്ചമിൻ ഗ്രഹാം. ഞാൻ ഈ വാല്യുവേഷൻ ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റോക്ക് ഇവാലുവേറ്റിംഗ് കൂടെ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ആവുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് ഹോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ബൈ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയയിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ കമ്പനിയാണ്. നിങ്ങൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് അറ്റ്ലീസ്റ്റ് $2 billion ആവണമെന്നാണ് ഗ്രഹാം പറയുന്നത്. $2 billion താഴെയുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇൻഡെക്സ് ഫണ്ടിലൂടെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൂടെയോ ഓൺ ചെയ്യണമെന്നാണ് ഗ്രഹാം റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കറന്റ് റേഷ്യോ ആണ്. നിങ്ങൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ കറന്റ് റേഷ്യോ 2 or more ആണെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ആ ക്രൈസിസ് ആ കമ്പനി സർവൈവ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്രൈറ്റീരിയയിലേക്ക് പോണതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറയുന്ന ഫൈനാൻഷ്യൽ ടേംസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്കും കൂടി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സോ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏർണിംഗ് സ്റ്റെബിലിറ്റി ആണ്. ഒരു കമ്പനിക്ക് സ്റ്റേബിൾ ആയ ഏർണിംഗ്സ് ഉണ്ടെങ്കിൽ അതൊരു വളരെ നല്ല പോസിറ്റീവ് സൈൻ ആണ്. നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ 10 വർഷത്തിൽ ഈ കമ്പനിക്ക് പോസിറ്റീവ് ഏർണിംഗ്സ് ഉണ്ടോ എന്നാണ്. അതുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റെക്കോർഡാണ്. ഒരു കമ്പനിക്ക് മുടങ്ങാതെ കഴിഞ്ഞ 20 വർഷത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതൊരു ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനിയാണ്. പിന്നെ ഈ 20 വർഷത്തിൽ ആ കമ്പനിക്ക് ഡിവിഡൻഡ് റേസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. സോ ഒരു കമ്പനിക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ അവരുടെ ഏർണിംഗ്സ് പെർ ഷെയർ അറ്റ്ലീസ്റ്റ് 1/3 കൂട്ടാൻ സാധിച്ചാൽ അത് വളരെ നല്ല സൈൻ ആണ്. അവർ ലാസ്റ്റ് ക്രൈറ്റീരിയ ഇസ് പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ. സോ നമ്മളൊരു കമ്പനി വാല്യൂറ്റ് ചെയ്യുമ്പോൾ അതിന്റെ PE റേഷ്യോ 15 or lower ആവണമെന്നാണ് ഗ്രഹാം പറയുന്നത്. ഇതായാൽ ആ കമ്പനി നമ്മൾ വാങ്ങുന്നത് ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഫെയർ പ്രൈസിനാണ്. ഇനി ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ക്രൈറ്റീരിയ വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഇവാലുവേറ്റിംഗ് എന്ന് ലൈവ് ആയിട്ട് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ 2 ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വെൽ സിമ്പിൾ, നിങ്ങൾ ആദ്യത്തെ $100 ഇടുമ്പോൾ നിങ്ങൾക്ക് $10 റഫറൽ ബോൺസും, രണ്ടാമത്തെ ക്വസ്റ്റഡ് നിങ്ങൾ ആദ്യത്തെ $1000 ഇടുമ്പോൾ നിങ്ങൾക്ക് $25 റഫറൽ ബോൺസും കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ റഫറൽ ലിങ്ക് യൂസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേരാണ് കിർക്ക്ലാൻഡ് ലേക്ക് ഗോൾഡ്. നമ്മൾ ഈ സ്റ്റോക്ക് ഇവാലുവേറ്റ് യൂസ് ചെയ്യുന്ന ടൂൾ യാഹു ഫൈനാൻസ്. ഇതൊരു ഫ്രീ ടൂളാണ്. പക്ഷേ ഈ ടൂളിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് ആവശ്യം. പക്ഷേ ഇത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ കമ്പനിയാണ്. ഈ കമ്പനിയുടെ സൈസ് യാഹു ഫൈനാൻസ് കാണിച്ചിരിക്കുന്നത് $11.4
$1.49 billion ആണ്. നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് വേണ്ടത് $2 billion ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ മീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ ആണ്. സോ കറണ്ട് റേഷ്യോ കാണാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടാബിൽ പോയാൽ നമുക്ക് കാണാം. ബാലൻസ് ഷീറ്റ് എന്ന ഹെഡിങ്ങിന്റെ അടിയിലായിരിക്കും കറണ്ട് റേഷ്യോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1.95 ആണ്. ഈ കറണ്ട് റേഷ്യോയുടെ അടുത്ത് MRQ എന്നിട്ടേക്കുന്നത് മോസ്റ്റ് റീസെന്റ് ക്വാർട്ടർ. സോ അതായത് മോസ്റ്റ് റീസെന്റ് ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1.95 ആണ്. നമുക്ക് വേണ്ടത് 2 ആണ്, പക്ഷേ 1.95 ഈസ് ഫെയർലി ഗുഡ്. സോ അടുത്ത ക്രൈറ്റീരിയ ഏർണിംഗ്സ് ഗ്രോത്ത് ആണ്. ഏർണിംഗ്സ് ഗ്രോത്തിന്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ യാഹു ഫൈനാൻഷ്യൽ ഇത് അവൈലബിൾ അല്ല. പക്ഷേ ഈ അവൈലബിൾ ആയ ഡേറ്റ വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽസ് എന്ന ടാബിൽ പോയാൽ ഈ കമ്പനിയുടെ ഏർണിംഗ്സ് കാണാം. ഈ കമ്പനിയുടെ ഏർണിംഗ്സ് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കി നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾക്ക് ഇത് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഗ്രാഫ് വഴി നോക്കാൻ പറ്റും. ഈ ബ്ലൂ ബാർ കാണുന്നതാണ് ഏർണിംഗ്സ്. ഈ കമ്പനിയുടെ ഏർണിംഗ്സ് 2017 $132 മില്യൺ, 2018 $273 മില്യൺ, 2019 $560 മില്യൺ, 2020 $787 മില്യൺ. സോ നിങ്ങൾക്ക് കാണാം ഈ കമ്പനിയുടെ ഏർണിംഗ്സ് ഗ്രോത്ത് ഇത് നല്ല റേറ്റിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റെക്കോർഡാണ്. ഡിവിഡൻഡ് റെക്കോർഡ് കാണാൻ ഈ ഗ്രാഫിന്റെ റൈറ്റ് സൈഡിൽ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഡിവിഡൻഡ് റെക്കോർഡ് കാണാം. ഈ കമ്പനി ഡിവിഡൻഡ് കൊടുത്തു തുടങ്ങിയത് 2017 അപ്പോൾ നമുക്ക് പാസ്റ്റ് 20 ഇയേഴ്സിന്റെ റെക്കോർഡ് അവൈലബിൾ അല്ല. കാരണം ഈ കമ്പനി ഡിവിഡൻഡ് കൊടുത്തു തുടങ്ങിയത് 2017. പക്ഷേ 2017 തൊട്ട് 2020 വരെ ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഗ്രോ ആയോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേഴ്സറി ഡിയിൽ വെച്ചാൽ ഇതിന്റെ ഡിവിഡൻഡ് കാണാം. സോ 2017 ഡിവിഡൻഡ് 1 സെന്റ് ആയിരുന്നു, പിന്നെ ഡിവിഡൻഡ് 1 സെന്റ്, പിന്നെ 2017 അത് ഡിവിഡൻഡ് 2 സെന്റ് ആയി, പിന്നെ 2018 2 സെന്റ്, 2018 അത് 3 സെന്റ് ആയി, പിന്നീട് അത് 4 സെന്റായി, പിന്നീട് അത് 5 സെന്റായി, പിന്നീട് അത് 7 സെന്റായി, പിന്നീട് അത് 17 സെന്റായി, പിന്നീട് അത് 16 സെന്റായി, പിന്നെ ലേറ്റസ്റ്റ് അത് 24 സെന്റായി. സോ ഈ 2017 തൊട്ട് 2020 വരെ ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. സോ ഡിവിഡൻസ് ഗ്രോത്ത് ഈ കമ്പനിയുടെ ഓവറോൾ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏർണിംഗ്സ് ഗ്രോത്ത് ആണ്. നമുക്ക് ഈ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ഗ്രോത്ത് ആണ് നമുക്ക് കാണേണ്ടത്. സോ അതിന് നമുക്ക് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. സോ ഈ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇതിൻ്റെ അത് നമുക്കറിയാം ഈ ബേസിക് EPS അതായത് ഏർണിംഗ്സ് പെർ ഷെയർ ഇതിന്റെ ഗ്രോത്ത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ 2017 64 സെൻസ് ആയിരുന്നു, 2018 അത് $30 ആണ്, 2019 അത് $2.67 ആണ്. ഇതിൽ നിന്ന് കാണാം ഈ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഇവർ നന്നായിട്ട് ഇവരുടെ ഏർണിംഗ്സ് പെർ ഷെയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ക്രൈറ്റീരിയ PE റേഷ്യോ ആണ്. സോ PE റേഷ്യോ കാണാൻ ഇതിന്റെ സമ്മറി ടാബിൽ ചെന്നാൽ നമുക്ക് ഇതിന്റെ PE റേഷ്യോ കാണാം. സോ ഈ കമ്പനിയുടെ PE റേഷ്യോ 14.79 ആണ്. നമുക്ക് വേണ്ടത് 15 ഓർ ലോവർ ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്രൈറ്റീരിയ ഫിറ്റ് ആവുന്നുണ്ട്. സോ ഗ്രഹാമിന്റെ ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും ഈ കമ്പനി ഫിറ്റ് ആവുന്നുണ്ട്. ഒബിയസ്ലി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവൈലബിൾ അല്ല, അതുതന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ ഇനീഷ്യൽ ഇവാലുവേഷൻ വെച്ചിട്ട് ഇതൊരു നല്ലൊരു ബൈ ആണ്. ഇപ്പോൾ ഈ കമ്പനി യാഹു ഫൈനാൻസിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ബൈ ആണ്. സോ നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത സ്റ്റോക്ക് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ യുവർ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി ടു ഗോ വിത്ത് ആൻ ETF. ETF എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് സ്റ്റോക്സ്. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയ ശകലം ETFസിൻ്റെ ലിങ്ക് കൊടുക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.